ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബിയർ ലേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം നോർത്ത് സൈഡ് ഒരു 15 കിലോമീറ്റേഴ്സ് ഉണ്ട്. മൊത്തം പൊളിഞ്ഞ വഴിയാണ് നമ്മൾ ഈ റോഡിലോട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ വന്നത് ഈ റോഡിൽ കൂടെയാണ്. നമ്മൾ പോകാതിരിക്കുന്നത് അങ്ങോട്ടാ. ഇത് മൊത്തം പാടങ്ങളാണ് ഗൈസ്, ഇത് കണ്ടോ. ഗൈസ്, ഇവിടെ ഈ ഏരിയ മൊത്തം ഒന്നോ രണ്ടോ വീട് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം. ബാക്കിയെല്ലാം എന്തൊക്കെയോ ചെറിയ ചെറിയ ഫാക്ടറികളാ. ഇവിടെ എന്തോ ഈ ഫാമിന്റെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറികളാ ഇവിടെ മൊത്തം. പിന്നെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വിജനമായ സ്ഥലമാണ്. ഇങ്ങനെ കിലോമീറ്ററോളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫുള്ള് പ്ലെയിൻ ലാൻഡിൽ നമ്മൾ ഇങ്ങനെ നടുക്കൂടെ ഒരൊറ്റ റോഡും. ഇത് മൊത്തം കൃഷി ഏരിയകളാണ്. മൊത്തം ഓരോരു സാധനം, നെല്ലും അതും ഇതും മൊത്തം നട്ടു വെച്ചേക്കുന്നതാണ് ഇവിടെ എല്ലാം. നമ്മളിങ്ങനെ ഇനി കുറച്ച് ഒരു 2 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഒരു ലേക്കിലോട്ട് പോകും. അതൊരു ചെറിയ പാർക്കാണ്. നമ്മൾ സാധാരണ കണ്ട പോലത്തെ പാർക്ക് തന്നെയാണ്. എല്ലാം പാർക്കുകളും ഒരേപോലെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഒരു നല്ല വ്യൂ ഉണ്ട്. അത് മുമ്പോട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഒരു വെറൈറ്റി ഒരു വീടോ ഗോഡൌണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വെറൈറ്റി ഒരു ഐറ്റം തന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുണ്ടോ, ഒരു ഫുള്ള് തടിയും മറ്റും എന്തൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റം. ഒത്തിരി പഴയതാണെന്നാ തോന്നുന്നത്. ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ പൊക്കോണ്ടിരുന്ന വഴിക്ക് 2 കുതിരകളെ ഇവിടെ ഒരു ആ ഓണറിന്റെ ആയിരിക്കും, ആ വീട്ടിലുള്ള ആളുടെ ആയിരിക്കും കുതിര. 2 കുതിരേനെ കണ്ടു, നല്ല അടിപൊളി കുതിര. ഗൈസ്, നമ്മൾ ഇതിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഫ്ലാഗുകള്. ഇത് ബോർഡ് കാണാൻ നിങ്ങൾക്ക് ഗ്രാൻഡ് പേരി ബിയർ ലേക്ക് എന്ന് എഴുതി വെച്ചേക്കുന്ന ഇവിടെ എല്ലാം സംഭവമുണ്ട്. ഇത് സ്ട്രെയിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. ഗൈസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി. ഇതാണ് ലേക്കിന്റെ കാഴ്ച. അവിടെ 1, 2, 3, 4 വണ്ടിയുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. നമ്മളിനി നേരെ അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതിപ്പം നമ്മൾ ഇവിടെ കയറി. ഇവിടെ എല്ലാം ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ ഈ സൈഡ് ഫുള്ള്. പക്ഷെ ഭയങ്കര ചെളിയാണ് ഗൈസ് അവിടെ. ഞാനിപ്പോൾ ഈ ഷൂ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഷൂ കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഈ ഷൂ ഊരിയിട്ട് ആദ്യം മേളിലത്തെ പാർക്കിലൂടെ പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് നമുക്കൊന്നുകൂടെ റിട്ടേൺ തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് ഷൂ ഊരിയിട്ട് അങ്ങോട്ട് അകത്തോട്ട് പോകാം. ഗൈസ്, നമ്മളിപ്പം അവിടെ നിന്നായിരുന്നു. അവിടെ നിന്ന് വന്ന് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്താണ് നിന്ന്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ ഭാഗത്തോട്ടായിരിക്കും ഇനി പോകുന്നത്. ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് നോക്കാം. ഡേ യൂസ്, ലിക്കർ എല്ലാം പ്രശ്നം. അതേണ്ട കുറച്ച് പക്ഷികൾ പറന്നു പോകുന്നു ഗൈസ്. പിന്നെ ഇപ്പം ഫയറിൻ്റെ ഭയങ്കര പ്രശ്നമാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഫയറിൻ്റെ ഒരു സീനും എങ്ങും പറ്റത്തില്ല. പിന്നെ വേണ്ട ഇവിടെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന്. നല്ല പൂക്കളൊക്കെ വെച്ച് കണ്ട ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ കിയോസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് നമുക്കിനി കാണാം. ഗൈസ്, ഇതായിരുന്നു നമ്മൾ ആ കാറിൽ ഇരുന്നപ്പോൾ കണ്ട ഇതിൻ്റെ എൻട്രൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഗൈസ് നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ക്യാമറയിൽ ബേൺ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, കുറേ ഫ്ലാഗും പിന്നെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇതും. ഗൈസ്, ഇവിടെ ഇതുകൊണ്ട് സാധാരണ പാർക്കിലുള്ള പോലെ ഇവിടെയും കുറേ ചെയറും കാര്യങ്ങളും. പിന്നെ ഈ കാണുന്ന ഈ ചെറിയ ഐറ്റം ഇതിനകത്തിട്ട മറ്റേ വുഡൊക്കെ കുറേ പാർക്കിൽ കാണാം. അതൊക്കെ തീ കത്തിക്കുന്ന. പക്ഷെ ഇപ്പം എല്ലാം വിഷയമായ കാരണം ആ പരിപാടി നടക്കത്തില്ല. ഇത് പിന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഏരിയ. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോയി അത് ചിൽഡ്രൻസ് ഏരിയയായ അതുകൊണ്ട് അവിടെ കുറേ ഊഞ്ഞാലയും കാര്യമുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് ഞാൻ അതും കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടോ, ഒരു ചെറിയ സ്ലൈഡുണ്ട്. അവിടെ ഒരു വലിയ സ്ലൈഡുണ്ട്. ഒരു ഊഞ്ഞാലയുണ്ട്. JCB ടയറും ഉണ്ട്. പിന്നെ ഇതിനെന്തോ പറയുന്നത് അതുമുണ്ട്. ഗൈസ്, ഇത് നമുക്ക് കറക്കി നിൽക്കുന്ന ഒരു ഐറ്റമാണ്.
പിള്ളേര് കളിക്കുന്ന കുറച്ച് വൈകുന്നേരം ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഭയങ്കര ചൂടാ ഗൈസ് ഇവിടെ. എന്നാലും നമുക്ക് ഇനി അതിന്റെ ടോപ്പിൽ കയറാം. ഗൈസ് നമ്മൾ ഈ ഊഞ്ഞാലേക്ക് കയറുന്നതിന് മുമ്പ് അതാണ്ട് ഇതൊരു അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇത് നമുക്ക് കുറെ ബുക്സും കാര്യങ്ങളാണ്. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ലെൻഡിങ് ലൈബ്രറി. നമുക്ക് വേണ്ടാത്ത നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ഉണ്ടെന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ബുക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇവിടെ വൈകുന്നേരമൊക്കെ വെളി ഇരിക്കാൻ സമയത്ത് നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് മൊത്തം വായിച്ചുകൊണ്ടിരിക്കാം. ഇത് നല്ലൊരു പരിപാടിയല്ലേ ഗൈസ്? ഇത് നല്ല സെറ്റപ്പ് ആക്കി ഇവർ വെച്ചേക്കുന്നത്. ഇത് ഗൈസ് നമ്മളിനി ഇതിൻ്റെ പുറത്ത് കയറാം. ഈ സാധനം നമ്മൾ പിള്ളേരിങ്ങനെ തൂങ്ങി പോകുന്ന ഐറ്റമാണ് ഗൈസ്. തൂങ്ങി നേരെ ഇവിടുന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് കയറി വന്നിട്ട് ഗൈസ് നമ്മൾ ഇനി ഇതിൻ്റെ താഴെ കൂടെ സ്ലൈഡ് ചെയ്യും. കുറേ നാളായി ഇതൊക്കെ ചെയ്തിട്ട്. അങ്ങനെ ഒരു സ്ലൈഡിങ്ങും തീർന്ന് അതവിടെ ഒരു സ്ലൈഡിങ് ഉണ്ട് ഗൈസ്. അത് പക്ഷെ ചെറിയ പിള്ളേരെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് കുറേ ഓബ്സ്റ്റിക്കിൾസ് ഉണ്ട് ഗൈസ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇത് കണ്ടോ, ഞാനിപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ ബോർഡിൽ ബി എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മാന്തിയ പാട് ബിയർ ലേക്കിൻ്റെ ഒരു ചെറിയ സൂചനയായത്. പക്ഷേ പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് നമ്മളിങ്ങനെ തൂങ്ങി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഐറ്റം ഇത്. പിന്നെ ഇവിടുന്നും ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറാം. സ്റ്റെപ്പ് യൂസ് ചെയ്യാം, ഒന്ന് ഇത് യൂസ് ചെയ്യാം, അല്ല അവിടെ ഒരു ചക്രം പോലത്തെ സാധനമുണ്ട്, അതുവഴിയും നമുക്ക് കയറാം. ഗൈസ് നമ്മളിനി ഇവിടെ നിന്ന് നടന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നാല ഞാൻ പറഞ്ഞ ആ കിടുക്കൻ വ്യൂ കിട്ടുന്നത്. ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ തടി ഇങ്ങനെ ഫയറിന് യൂസ് ചെയ്യാൻ. എല്ലാം പാർക്കിലുണ്ട് കേട്ടോ ഈ സംഭവം, ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതായിരുന്നു പറഞ്ഞ നല്ല അടിപൊളി വ്യൂ. നമുക്ക് ലേക്ക്, ഇതൊരു ചെറിയ പൊക്കമുള്ള ഒരു ഏരിയയാണ്. അവിടുന്ന് നമുക്ക് ഈ ലേക്ക് ഫുൾ കംപ്ലീറ്റ് ലേക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ ഗൈസ്, ഇതാ ഇവിടുത്തെ വ്യൂ. ഇത് നമ്മുടെ വർക്കലയിലുള്ള പോലത്തെ ക്ലിഫ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇവിടെ നല്ല പൊക്കമുണ്ട്, നമ്മളിപ്പം നിൽക്കുന്നതാണ് നല്ല പൊക്കമുണ്ട്. ഇവിടുന്ന് താഴെ ഇത് നല്ല കുഴിയും പിന്നെയായി ലേക്ക് ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഗൈസ്. കണ്ടോ ഗൈസ്, അടിപൊളി, നല്ല രസം. ഈ സ്കൈ ഇവിടെ കുറച്ചുകൂടെ നല്ലായിരുന്നു. പക്ഷെ നല്ല ബേർൺ അടിക്കുന്നുണ്ട്, നല്ല ചൂടുള്ള ദിവസമായിരുന്നു ഗൈസ്. അതാ ഗൈസ്, ഇത് കണ്ടോ, ഇത് കിളിക്കൂടോ കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ കിളികൾ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്നും പിന്നെ ഇതുപോലെ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്ന് വരെ നടന്ന് ഒറിജിനൽ ബിയർ കണ്ടിട്ടില്ലെങ്കിലും വേണ്ട ബിയറാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇതിനെ കണ്ടിട്ട് എനിക്ക് വെള്ളിമൂങ്ങയും ബിയറിൻ്റെ രണ്ടും കൂടെ ഒരുമിച്ചുണ്ടായ പോലത്തെ എന്തോ സാധനം പോലെ തോന്നുന്നുണ്ട്. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, നല്ല വെയിലാണ്. അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ബിയറും നമുക്ക് വേണേൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം വൈകുന്നേരമൊക്കെ. ഗൈസ് നമ്മൾ നടന്ന് ആ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്ന് നേരെ സ്ട്രെയിറ്റ് ആദ്യം കണ്ട ആ വെള്ളം ഉള്ളിടത്ത് പോകും. അവിടെ കുറച്ച് നേരം വെള്ളത്തിൽ നമ്മൾ നിൽക്കും. ഒത്തിരി അകത്തോട്ട് പോകുന്നില്ല, അതിന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് ഇട്ട് ഇരിക്കും കുറച്ച് നേരം. അതാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകും. ഗൈസ് നമ്മളിനി ഇതിലെ നേരെ ആ ലേക്കിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഫുള്ള് ഇവിടെ ഏതോ ഒരു ടൈപ്പ് ബെറിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ബിയർ കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇവിടെ ഒക്കെ വരുന്നത്. ഒത്തിരി കഴിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ ഈ വെള്ളത്തിന് അധികം താഴ്ചയൊന്നുമില്ല കേട്ടോ. ഒരു ഇത്രയൊക്കെ ഉള്ളൂ മാക്സിമം പോയാൽ. ഇത് അങ്ങ് വരെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ നോക്കുമെങ്കിൽ അവൻ ബോട്ടയിൽ നിന്ന് ഇറങ്ങി ബോട്ട് വലിച്ചുകൊണ്ട് പോവുക. ഇത്ര ഉള്ള ചെറുക്കന, അപ്പൊ അവന്റെ ഇത്രയും വെള്ളമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇറങ്ങാം, പക്ഷെ കെയർഫുൾ ആയിട്ട് ഇറങ്ങുന്നല്ല. എവിടെ എന്തോ കുഴിയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഏരിയയിലൊന്നും അധികം വെള്ളമില്ലെന്ന് 100% ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. കുറെ പിള്ളേർ ഇതിലെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ. ഇത് കണ്ടോ, ഇപ്പൊ എന്റെ
കാലിൻ്റെ ഇത്രയും വെള്ളമേ ഇവിടെ ഉള്ളു താനും. അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ഞാൻ നടന്നു പോവായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ബിയർ ലേക്കിൻ്റെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ തിരിച്ച് ഇവിടെ വണ്ടി ഇടുന്ന സ്ഥലത്തും വരെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കുറേ കാഴ്ചയായിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.